ഈ പ്രശ്നത്തിൽ ഇടപെടാൻ താനാരാ? എടോ, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരെ കിഡ്നാപ്പ് ചെയ്തുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ? ഒരു കാര്യം താൻ മനസ്സിലാക്കണം, ഞാനേ സെൻട്രൽ ഗവൺമെന്റിന്റെ ആളാ, അറിയോ? സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ല, പ്രധാനമന്ത്രിയുടെ ആളായിരുന്നാലും ശരി, ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണ്. അതെനിക്കറിയോ? ഒരു രാജ്യരക്ഷാഭടന് ഈ രാജ്യത്ത് എവിടെയും ഏത് തരം തോക്കും യഥേഷ്ടം കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം തനിക്കുണ്ടോന്നാണ് എനിക്കറിയേണ്ടത്. ഒരു പട്ടാളക്കാരൻ തോക്കുമായി നാട്ടിൽ വന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. താൻ റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? ഇതങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ തോക്കല്ല. എന്താ റിപ്പോർട്ട് ചെയ്താല്? ഇതൊരു കേണലിന്റെ തോക്കാണ്. അത് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? അടിച്ചു മാറ്റി അല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പൊ മിലിറ്ററിയുടെ കണ്ണിലും താ കുറ്റവാളിയാണ്. അതിനുള്ള ശിക്ഷ വേറെ. അതുപോട്ടെ, ഏത് നിമിഷവും അലിയാര് തട്ടിപ്പോവാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അലിയാര് തട്ടിപ്പോയാൽ ആ നിമിഷം മുതൽ താനൊരു കൊലപ്പുള്ളിയായി മാറും. അതിന് ഞാൻ അലിയാരെ അല്ല വെടിവെച്ചത്. പക്ഷെ കൊണ്ടത് അലിയാർക്കല്ലേ? അത് വിധി. ഞാൻ വെടിവെച്ചത് ആ വഞ്ചകൻ കുഞ്ഞാലിക്കുട്ടിയാണ്. വഞ്ചകൻ വഞ്ചകൻ വഞ്ചകൻ. ഞാൻ എപ്പോഴാണോ തന്നെ വഞ്ചിച്ചത്? ചേച്ചേ, നീ വീണ്ടും വന്നാ ഇന്നെനിക്ക് രണ്ടുപേരും അറിയണം. എന്റെ കാര്യമായിട്ട് നീ കൊല്ലും ഞാൻ. കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാ. നീ ഇവിടെ പോത്ത് പോലെ ഇരുന്ന് ഉറങ്ങിക്കോ. കണ്ണ് തെറ്റി ഇയാള് ചെയ്തു വെക്കുന്ന വൃത്തികേടുകൾ കണ്ടില്ലേ? എന്താ? ഈ സിസ്റ്റർക്ക് കൊടുത്ത വായിച്ചു നോക്ക്. എന്താ എഴുതിയിരിക്കണേ? ഞാനത് എങ്ങനെ പറയും? സിസ്റ്റർ ഒരു സിസ്റ്റർ അല്ലേ സിസ്റ്റർ? പക്ഷെ പറയാതിരുന്നാൽ അതിനേക്കാളും പ്രശ്നമാവും. ഇയാള് സിസ്റ്റർക്ക് പ്രേമലേഖനം എഴുതിയിരിക്കുക. ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കോ ഇയാളുടെ കണ്ണുകൊണ്ടുള്ള ആംഗ്യം കാട്ടില്. ചാറ കിടക്കുമ്പോഴോ പ്രേമലേഖനം എഴുതുന്നു. കൂട്ടാക്കണ്ണേ. ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം സിസ്റ്റർ. ഇത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയി പോയി. ആ പട്ടാളക്കാരന്റെ ഭാര്യയെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ കൊടുത്തതിനാ അയാൾ ഇവന്റെ കഴുത്തിൽ വെടിവെച്ചത്. ആ ഉണ്ട തൊണ്ടയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്നവനായി പോയില്ലേ സിസ്റ്റർ? ഉപേക്ഷിക്കാൻ പറ്റൂ? മാഷേ, ഇതിനൊരാളും തരവും ഒക്കെ നോക്കണ്ടേ? സിസ്റ്ററെ, മറ്റുള്ള എല്ലാ സിസ്റ്റർമാരോടും പറയണം, ഇയാൾക്ക് പേപ്പറോ പേനയോ ചോദിച്ചാൽ കൊടുക്കരുതെന്ന്. അപ്പൊ ലവ് ലെറ്റർ എഴുതിക്കളെ. പേപ്പർ പോയിട്ട് ഇനി മരുന്ന് പോലും ഇയാൾക്ക് കൊടുക്കില്ല. വൃത്തികെട്ടവൻ. വെരി ഗുഡ്. സിസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ വേണം. എഴുതി അറിയിക്കാനുള്ള ശ്രമം നടന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇത് തന്നെ തലനാരിയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. മറ്റന്നാളാണ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ കഴിഞ്ഞ് അലിയാർ സംസാരിക്കാൻ തുടങ്ങിയാൽ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഉണ്ട്. പ്രതീക്ഷകൾ ഇനിയും ബാക്കിയുണ്ട്. ഞാൻ കൂടെ ഒരു വെടി വെക്കണോ? ചുമ്മാ ഇരിടാ. ഏത് കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കേ. നമ്മൾ ഉടനെ അലിയാരുടെ വീട്ടിലേക്ക് ഒരു കമ്പി അടിക്കുന്നു. ഗ്ലൂക്കോസ് വേണോ? വേണ്ടാന്ന്. എന്ത് പറ്റിയടാ? അല്ല, അലിയാർ മാഷ ആരാന്ന് പറഞ്ഞത്? മച്ചാനാ, രണ്ടാമത്തെ പെങ്ങള് നബീസാന്റെ. അത് മനസ്സിലായി. ഏതായാലും ഇപ്പൊ വന്നത് നന്നായി. ആരാ? ഉമ്മയാണല്ലേ? പേടിക്കാനൊന്നുമില്ല. ഇതാരാ? ഇത് അലിയാരൂട്ടിയുടെ ആദ്യത്തെ ബീവി, ഇത് രണ്ടാമത്തെ ബീവി. ഇത് രണ്ടു കുടിയിലും കൂടെ മക്കൾ. ഒന്നും പേടിക്കണ്ട. രണ്ട് കെട്ടിയിട്ടാണ് ഈ പണിക്ക് പോയതല്ലേ? ഇവിടത്തെ ചികിത്സയും വിശ്വസിച്ചുകൊണ്ടിരുന്ന മച്ചാനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ റബ്ബേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ആലോചിക്കാനില്ല. എത്രയും വേഗം മച്ചാനെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, അതാണ് നല്ലത്. ആ വെടിവെച്ച പട്ടാളക്കാരനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കാം. മാഷ തട്ടിയിട്ട് ജയിലിൽ പോവൂ എന്നാണ് അയാൾ പറയുന്നത്. ഇന്നലെ തോക്കുമായിട്ട് ഇവിടുത്തെ മതിലിയാടി കിടക്കുന്ന സെക്യൂരിറ്റിക്കാർ കണ്ടു. അതിന് മാത്രം എന്ത് തെറ്റാ മച്ചാൻ ചെയ്തത്? തെറ്റും ശരി ആലോചിച്ചിരുന്ന മച്ചാന്റെ മയ്യത്തെ കൊണ്ടുപോകുള്ളൂ. ആരും ബഹളം ഉണ്ടാക്കരുത്.
ബാപ്പാ ഞാനങ്ങോട്ട് ഇതൊന്നും അങ്ങോട്ട് കേറി ഭായി മാറേ. ആയിഷ, ആയിഷ, എന്താക്കാ? എവിടെ മൂസാക്ക? മോളിലുണ്ട്. എന്താണ്ടാ വല്ലാലെ നോക്കി നിൽക്കണേ? എന്റെ വീടല്ലേ, കയറി പൊയ്ക്കോട്ടേക്ക്. അല്ല പിന്നെ മൂസാക്ക, മൂസാക്ക. ആ വീരാൻകുട്ടിയോ? ഈ പടി കടക്കൂല എന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. പിന്നെന്താ പെട്ടെന്നൊരു പൂതി? അല്ലോ, മൂസാക്ക് ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് തിരിക്കുക. ഞമ്മളതൊക്കെ അന്നേ മറന്നില്ലേ? റഹീമിനെ തല്ലാനും ശിക്ഷിക്കാനുള്ള അധികാരം ഞമ്മളെ പോലെ നിങ്ങൾക്കില്ലേ? ഇരിക്കേ. തെറ്റോ അവന്റെ ഭാഗത്ത് തന്നെയാ. സ്വന്തം കാശ് കട്ടെടുക്കേണ്ട പല കാര്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഓനും പാട് അവകാശപ്പെട്ടതല്ലേ ഈ സ്വത്ത് മുഴുവനും? ഒരു റൂമിലേക്ക് കടന്നു വരുമ്പോ കുറച്ചൊക്കെ മാനേഴ്സ് വേണമെന്നറിയില്ലേ? എനിക്ക് അധികാരപ്പെട്ട റൂമിലേക്ക് വരാൻ മാനേഴ്സ് നോക്കണം. ഒരു അധികാരം. റഹീമും മുന്താസും തമ്മിൽ നിക്കാഹ് നമ്മൾ പണ്ടേ ഉറപ്പിച്ചതല്ലേ മൂസാക്ക? ആരുറപ്പിച്ചു? വീരാൻകുട്ടി എന്താ പറയണേ? പണവും പ്രതാപവും ഒന്നും വേണ്ട. പക്ഷേങ്കിൽ എന്റെ മോക്ക് വരുന്ന ചെക്കന് സ്വഭാവ ഗുണം ഉണ്ടായിരിക്കണം. നല്ല തറവാടി പറഞ്ഞ പോരാ, നല്ല രീതി വളർത്തുകയും വേണം. മൂസാക്ക, ഞമ്മളെ മോന് വിവരമില്ല, സമ്മതിച്ച്. പക്ഷെങ്കിലേ നിങ്ങൾ ഏത് സുൽത്താനെയാ മോക്കും വേണ്ടി കണ്ടുവച്ചിരിക്കുന്നേ? ഓ, ഇപ്പൊ പുതിയൊരു മാസ്റ്റർ വന്നിട്ടുണ്ടല്ലോ, കുഞ്ഞാലിക്കുട്ടി. നാട്ടുകാര് മുഴുവൻ പറഞ്ഞു കേട്ട് തലയിലാ വെച്ചിരിക്കുന്നേന്ന്. ഓനെയിരിക്കും. അതെ, ഓൻ തന്നെ. എന്താ ഓനൊരു കുറവ്? പഠിപ്പില്ലേ? വിവരമില്ലേ? മനുഷ്യന്മാരോട് പെരുമാറാൻ അറിയില്ലേ? എന്റെ മുംതാസിന് വരുന്ന ചെക്കന് ഇത്രയൊക്കെ മതി. വീരാൻകുട്ടി പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ വൈകിക്കണില്ല. കോയാ സാഹിബിനെ വിളിച്ചു വരുത്തി കുഞ്ഞാലിക്കുട്ടിയായിട്ടുള്ള നിക്കാഹ് ഉറപ്പിക്കാൻ പോവാ. മാഷേ, മാഷേ, നിങ്ങൾ ഇത് എവിടെയാണ്? എന്താ വിശേഷം അറിഞ്ഞില്ലേ? ഇല്ല. നല്ലൊരു കോഴി ബിരിയാണി ഞാൻ നിങ്ങൾ തയ്യാറായിക്കോളി. നിക്കാഹ് ഉറപ്പിച്ച്. വളരെ സന്തോഷം. എവിടെന്നാ പെണ്ണ്? ഞമ്മളതല്ല, നിങ്ങളെ ചെങ്ങായി കുഞ്ഞാലിക്കുട്ടി മാഷ. കുഞ്ഞാലിക്കുട്ടിയുടെ? ആന്ന് ആര്യാര മോള് മുന്താസും കുഞ്ഞാലിക്കുട്ടി മാഷ നമ്മൾ നിക്കാഹ് ഉറപ്പിച്ച്. ഇതറിഞ്ഞ ബീരാൻകുട്ടിക്ക് ബഹളം വെച്ച് പോണത് ഞമ്മള് കേട്ടതാണ്. വന്നപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ട്. എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാവുന്നു എന്നറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും. അവൻ അമ്പിളിയമ്മാവനെ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനും ഈ ജോജി തയ്യാറാവും. ഞങ്ങളുടെ ആത്മബന്ധത്തിന്റെ ആഴം ആർക്കും അളക്കാൻ കഴിയില്ല. ആർക്കും. മൈലുകൾ താണ്ടി ഞാനിവിടെ വന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് തുണയായി അവന്റെ നിഴലായി നിൽക്കുന്നത് എന്തിനാണെന്ന് ഹജർക്കറിയാമോ? പറയാതെ നമ്മളെങ്ങനെ അറിയും? കളിച്ചും ചിരിച്ചും നടക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു മുഖം മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആർക്കും കണ്ടെത്താനാവാത്ത മറ്റൊരു മുഖം അവനുണ്ട്. സ്വന്തം മകളെ കുഞ്ഞാലിക്കുട്ടിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഹാജിയാരോട് ആ സത്യം തുറന്നു പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ കഴിയാത്ത മാരകമായ ഒരു രോഗത്തിനടിമയാണവൻ. എന്റെ റബ്ബേ, എന്തായി കേക്കണേ? കുഞ്ഞാലിക്കുട്ടിക്ക് അതറിയോ? അറിയാം. എനിക്കും അവനും മാത്രം അറിയാവുന്ന സത്യം. ബിഎഡിന് പഠിക്കുമ്പോ ക്ലാസ് മുറിയിൽ വെച്ചൊരു തലകറക്കം. അതായിരുന്നു തുടക്കം. ആദ്യം അതത്ര കാര്യമാക്കിയില്ല. പിന്നെ നിലച്ചിരിക്കാത്ത പല അവസരങ്ങളും അത് ആവർത്തിക്കപ്പെട്ടു. പിന്നെ പരീക്ഷണങ്ങളും പരിശോധനകളും ഒന്നും എവിടെ എത്തിയില്ല. പക്ഷെ ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഹാജിയാരെ. ബോംബെയിലുള്ള അതിവിദഗ്ധനായ ഒരു ഡോക്ടർ അവന്റെ രോഗം ഭേദമാക്കി തരാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ അവനെ കൊണ്ടുപോവുകയാണ്. അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. കോയ സാഹിബിന് വിവരം അറിയോ? ഇല്ല. ഒന്ന് മാത്രമേ അവൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ജീവന് തുല്യം സ്നേഹിക്കുന്ന അവന്റെ ഉമ്മയും ബാപ്പയും ഇത് അറിയരുതെന്ന്. ചെകുത്താനും കടലിനും നടുവിലായിരുന്നു ഹാജിയാരെ ഞാൻ ഇതുവരെ. ഇപ്പൊ ആശ്വാസമായി. ഹാജിയാരോടെങ്കിലും ഇത് തുറന്നു പറഞ്ഞല്ലോ എന്നൊരു സമാധാനം. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരും. ഞാൻ ഉറപ്പ് തരുന്നു. തൽക്കാലം മകൾ ഇതറിയരുത്.
പോകുന്നതിന് മുമ്പ് എനിക്ക് ഓനെ ഒന്ന് കാണണം. ഞാൻ പറയാം. ഹാജിയാര് വിഷമിക്കരുത്. വരട്ടെ ഹാജിയാരെ. മാഷേ, മാഷയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഞാൻ അന്നെല്ലാം മറച്ചു വെച്ചത്. പക്ഷെ ഇപ്പൊ എന്റെ ജീവിതം സുകുമാരേട്ടൻ എന്ത് സംഭവിച്ചെന്ന് പോലെ എനിക്കറിയില്ല. എനിക്ക് തെറ്റിദ്ധാരണ മാറ്റണം മാഷെ. സുകുമാരനൊന്നും സംഭവിച്ചിട്ടില്ല. തൽക്കാലം ഒന്ന് മാറി നിൽക്കുക, അത്രേ ഉള്ളൂ. സുകുമാരേട്ടന്റെ അച്ഛൻ വരെ എന്നെ മറ്റൊരു മുഖത്തോടെയാ കാണുന്നത്. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു തുടങ്ങി ഞാൻ കൊള്ളരുതാത്തവളാണെന്ന്. ഇങ്ങനെ പോയാ ഞാൻ ജീവിച്ചിരിക്കില്ല മാഷെ. പ്രേമലരെ, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചു. എല്ലാം ഹാജിയാരോട് തുറന്നു പറയാൻ പോവുകയാണ്. ഞാൻ മൂലം പ്രേമലതയുടെ കുടുംബജീവിതത്തിന് ഒരു തകരാറ് സംഭവിക്കില്ല. എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി സുകുമാരനെ എത്രയും പെട്ടെന്ന് ഞാനിവിടെ കൊണ്ടുവരും. ഇത്രയൊക്കെ ഉള്ളൂ ടീച്ചറെ മനുഷ്യന്റെ കാര്യം. കുഞ്ഞാലിക്കുട്ടി മാഷക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന കാര്യം നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എല്ലാം വിധി. നാളെ തന്നെ ചികിത്സിക്കാൻ ബോംബെക്ക് കൊണ്ടുപോകുമെന്നാ പറഞ്ഞത്. മാഷ് വരുന്നുണ്ട്. മാഷേ, കുറച്ച് പത്തിരി ഇറച്ചിയാണ് മാഷയ്ക്ക് വേണ്ടി നിന്റെ ബീവി ഉണ്ടാക്കിയത്. പത്തിരി ഇറച്ചിയോ? എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, എന്റെ ഒരു ആഗ്രഹമാണ് മാഷെ, നിങ്ങളിത് കഴിക്കണം. ഞാനിപ്പോ കഴിച്ചതേ ഉള്ളൂ. അല്ല മാഷെ, ഇനിയൊരു പക്ഷേ മാഷ് ഇത് വാങ്ങണം. കാതർ കഴിച്ചോ? ഞാനിപ്പോ പത്തിരി ഇറച്ചിയും കഴിക്കാനുള്ള ഒരു മൂഡിലല്ല. നമസ്കാരം മാഷെ. മാഷെ, തളരരുത്. മനസ്സിന്റെ ബലം, ശുഭാപ്തി വിശ്വാസം അതുണ്ടാവണം മാഷ്ക്ക്. ഞങ്ങളൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും. അല്ല മാഷ്. നമസ്കാരം മാഷെ. മാഷെ, പത്തിരി കഴിച്ചോളും മാഷ്. ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. അത് കേൾക്കുമ്പോ ഒരുപക്ഷെ ഹാജിയാർക്കൊരു ഷോക്കായേക്കാം. ഞാനൊരു വേണ്ട, ഒന്നും പറയണ്ട. ഒരിക്കൽ കൂടി കേൾക്കാനുള്ള മനസ്സ് നമുക്കില്ല. ചങ്ങായി വന്ന എല്ലാ കാര്യവും പറഞ്ഞു. ആദ്യം ഞമ്മക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തിനാ മറച്ചു വെച്ചത്? വന്നപ്പോ തന്നെ നമ്മോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നു? പലപ്പോഴും കരുതിയതാണ് ഈ മുഖം മൂടി അഴിച്ചു മാറ്റണമെന്ന്. ഇവിടെ നിന്നിരുന്ന ഓരോ നിമിഷവും നെഞ്ചിനുള്ളിൽ തീയായിരുന്നു. ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി മതി മതി, നിനക്ക് എപ്പോ നോക്കിയാൽ ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ എല്ലാ വിവരങ്ങളും ഹാജിയാരോട് പറഞ്ഞിട്ടുണ്ട്. അല്ല ഹാജിയാരെ, ഞാൻ അധികം ഇമോഷണൽ ആവല്ലേ, അത് കൂടുതൽ പ്രശ്നമാവും. വാ, വാ. എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, നീ ഇവിടെ കുരു കഴിക്കാൻ വന്നോ അതോ കുരുക്കുണ്ടാക്കാൻ വന്നോ? വെറുതെ ഇരുന്ന് എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ച് ഇതായിപ്പോ രോഗിയായി. അത് ശരി, ഇപ്പൊ കുറ്റമല്ല എനിക്ക്. എടാ, ഞാൻ അങ്ങനെ ഒരു അടവ് പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ബാപ്പ വന്ന് മോന്റെ നിക്കാഹ് ഉറപ്പിച്ചിട്ട് പോയേനെ. അല്ല, നീ ഇതെന്തുദ്ദേശത്തില ഹാജിയാരോടെല്ലാം തുറന്നു പറയാൻ ഒരുങ്ങിയത്? മതിയായി ഈ വേഷം കെട്ടൽ. ഓരോ ദിവസവും ഒന്നിനൊന്ന് പ്രശ്നങ്ങൾ കൂടുന്നല്ലാതെ ഇത് ഇന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ ബോംബെക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്നാണ് ഞാൻ ഹാജിയാരോട് പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം ഇവിടെ നിന്ന് തടിയപ്പിയ പോരെ? ഇല്ല കുഞ്ഞാലിക്കുട്ടി, എനിക്കിവിടം വിട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആദ്യമൊക്കെ ഈ നാടിനോടും നാട്ടുകാരോടും പേടിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഹാജിയാരുടെ സ്നേഹം,
ഈ സ്കൂളും കുട്ടികളും ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ. സത്യം എന്തായാലും പുറത്തു വരുമെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് എല്ലാം തുറന്നു പറയണം. ദേ, നീ എടുത്തു ചാടി മണ്ടത്തരമൊന്നും കാണിക്കരുത്. നീ എനിക്കൊരു 3 ദിവസത്തെ സമയം താ. അതിനുള്ളിൽ എല്ലാറ്റിനും ഒരു പരിഹാരം ഞാൻ കണ്ടെത്താം. ഇതൊന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ?